ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഹിറ്റ് ട്രെയിനിങ് ഇതെന്താണ്? ഹിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ചെറിയ സമയം കൊണ്ട് നമ്മുടെ കാർഡിയോ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഇതാണ് ഈ ഹിറ്റ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 10 മിനിറ്റ് മുതൽ 30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വർക്കൗട്ട് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് ബൂസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. പല ഡിഫറെൻറ്റ് കാർഡിയോ വർക്കൗട്ട് എല്ലാം കൂടി ചേർന്ന് ഒറ്റയടിക്ക് ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ ഹിറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള റെസ്റ്റിംഗ് ടൈം എന്ന് വെച്ചാൽ വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചാൽ 45 സെക്കൻഡ്. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരു ഹിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് ഹിറ്റ് ട്രെയിനിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഹിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പം ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പം ഞാൻ എക്സാമ്പിളായിട്ട് 40 സെക്കൻഡ് വർക്കൗട്ട് ചെയ്തെന്ന് വെച്ചു. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് റെസ്റ്റ്, എന്നിട്ടായിരിക്കും വീണ്ടും അടുത്ത 40 സെക്കൻഡിൻ്റെ അടുത്ത വേറെ വർക്കൗട്ട്. അങ്ങനെ ഒരു 5-6 വർക്കൗട്ട് ഒറ്റയടിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഹിറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് വെയിറ്റ് ഇട്ട് ട്രെയിൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഡെഡ് ലിഫ്റ്റും അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഉൾപ്പെടുത്താം. അല്ലാണ്ട് കാർഡിയോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഹിറ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പം മൊത്തത്തിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു 15-30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ 30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് വർക്കൗട്ട് ഫുള്ളി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി ഹിറ്റ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈം തന്നെയാണ്. നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സാധാരണ ജിമ്മിൽ പോയി നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിന് മേളിലെടുക്കും. ഇതൊരു 10 മിനിറ്റിൻ്റെയും 15-20 മിനിറ്റ് നമുക്ക് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. മാക്സിമം 30 മിനിറ്റ്, അതിൻ്റെ അപ്പുറം എന്തായാലും ഇതിൽ പോകത്തില്ല. പിന്നെ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കലോറീസ് ഇവിടെ ബേൺ ആവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാർഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് എക്സോസ്റ്റഡ് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ കലോറി ബേൺ ആയിക്കൊണ്ടിരിക്കും. ഈ ബന്ധവും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ കലോറി ബേൺ ആവും. പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ടൊക്കെ ബൂസ്റ്റ് ആവുന്നതുകൊണ്ട് നമ്മളൊരു ലോങ്ങർ ടേമിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഹാർട്ടിന് നല്ലൊരു ഹെൽത്ത് ആയിരിക്കും. ഹാർട്ടിന് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയി. കാരണം നമ്മുടെ ബോഡി നന്നായിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വർക്കൗട്ടാണ് ഈ ഹിറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ആവും. ഇപ്പം മെറ്റബോളിസം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കുറയാനൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ നമ്മുടെ ബോഡിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ഈ ഹിറ്റ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പം നമ്മുടെ ബോഡി കുറേ കൂടി ഒരു മെസം ഓഫ് ജെനറ്റിക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നീട് നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്താലും നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് മസിൽ ബിൽഡ് ചെയ്യാനും നല്ല പ്രോബിലിറ്റി കൂടുതലാണ് നമ്മൾ ഈ ഹിറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്കിത് ചെയ്യാൻ സാധിച്ച ഒരു ജിം എക്വിപ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വെയിറ്റ് ട്രെയിനിങ്ങും കൂടി ഇൻകോർപ്പറേറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ജിമ്മില്ല വെയിറ്റും ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാറും വെയിറ്റ്സ് ഒക്കെ വേണ്ടി വരും, പ്ലേറ്റ്സ് ഒക്കെ. പക്ഷേ നമുക്കിത് അല്ലാണ്ട് നമ്മൾ കാർഡിയോ മാത്രം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു വെയിറ്റും ഇല്ലാണ്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതുപോലെ കാർഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ഹിറ്റ് ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പം ഇപ്പം ഇതിന് ഇഞ്ചറി വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഒറ്റയടിക്ക് കുറേ വർക്കൗട്ട് ചെയ്യുവാണ്. നമ്മുടെ ജോയിൻസിനൊന്നും ഒരു റെസ്റ്റും കൊടുക്കാണ്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഞ്ചറി വരാനുള്ള ചാൻസ് അത്യാവശ്യം കൂടുതലാണ് ബാക്കിയുള്ള വർക്കൗട്ട്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വർക്കൗട്ടല്ല. അത്യാവശ്യം ഹാർട്ട് കണ്ടീഷൻസും ചില കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് അത്യാവശ്യം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഡോക്ടറിനടുത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡോക്ടറിനടുത്ത് ചോദിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ വർക്കൗട്ടൊക്കെ ചെയ്യാവുള്ളൂ. കാരണം ഇത് അത്യാവശ്യം കാർഡിയോക്ക് നല്ല പണി കിട്ടുന്ന വർക്കൗട്ടാണ്. ഇപ്പം നമുക്ക് ഹെൽത്തായിട്ട് നമുക്ക് ഹാർട്ടിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്താൽ ചിലപ്പം സംഭവം റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം ആ ഒരു ലെവലിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ ഹിറ്റ് വർക്കൗട്ടിലേക്ക് നോക്കാണ്ടിരിക്കുന്നത് നല്ലത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മസിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു വീക്ക്ലി 2 തവണയെക്കാളും കൂടുതൽ ഇത് ചെയ്താൽ ചിലപ്പം നമ്മുടെ ബോഡിയിൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് ഇത് അഫക്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നില്ല, നമ്മൾ ഇത് മാത്രമാണെങ്കിൽ ഫോക്കസ് ചെയ്യുമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മാത്രമല്ല നല്ല ഇതിൽ മസിലും കൂടി ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വീക്കിൽ 2 തവണ കൂടുതൽ 3-4 തവണയൊക്കെ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3-4 തവണയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മസിൽ മാസിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ മസിൽ മാസ് പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പം അതുകൊണ്ട് നിങ്ങൾ ജിമ്മിലും കൂടി വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ മസിലും കൂടി ബിൽഡ് ചെയ്യാനുള്ള ഫോക്കസ്ഡിലാണെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു തവണ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2 വീക്കിൽ 2 വീക്സിൽ നിങ്ങൾ ഒരു തവണ ചെയ്താലും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ മാസിനെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഡീമർട്ട് വെച്ചാൽ നിങ്ങൾ ബേൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫോമൊക്കെ തെറ്റും. കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം 30 സെക്കൻഡ് എല്ലാ വർക്കൗട്ടും പറ്റത്തുള്ളതായിരിക്കും. യൂട്യൂബിലൊക്കെ പറയുന്നത് 45 സെക്കൻഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും 2-3 വർക്കൗട്ടൊക്കെ സക്സസ്ഫുൾ ആയിട്ട് 45 സെക്കൻഡ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും. ആ യൂട്യൂബിൽ പറയുന്ന പോലെ തന്നെ 10 മിനിറ്റ് 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ റെസ്റ്റ് എടുക്കും. എന്നിട്ട് വീണ്ടും 45 സെക്കൻഡ് അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ 2-3 വർക്കൗട്ട് ചെയ്യും. പിന്നത്തെ ഒരു 4-5 വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം ആ ടെക്നിക്കൊക്കെ തെറ്റിച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്ഷീണിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു കിടന്നു പോകുന്ന അവസ്ഥയാകും. പിന്നെ അത് ഇഞ്ചറിയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുവാണെങ്കിൽ അവർ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ആ ടൈമൊന്ന് കുറയ്ക്കാൻ നോക്കുക. ഇപ്പം അവർ 45 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ആദ്യമേ ചെയ്യുവാണെങ്കിൽ ഒരു ബിഗിനർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ 30 സെക്കൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അത് പതുക്കെ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവന്ന് അവരുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അത്രയുള്ള ഗായ്സ് ഹിറ്റ് വർക്കൗട്ടിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഹിറ്റ് വർക്കൗട്ട് എന്താണെന്ന് എക്സാമ്പിളായിട്ട് കാണണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.